വാട്സാപ്പ് ഗെയിമേഴ്സ് വെൽക്കം ബാക്ക് ടു എറർ ബോയ് 90 ഗൈസ്. നമ്മൾ ഇന്ന് എന്ന് വെച്ചാൽ മൈൻക്രാഫ്റ്റ് ആണ് ഗൈസ്. നമ്മൾ ഇന്ന് മൈൻക്രാഫ്റ്റിൻ്റെ ഒരു സീരീസ് സ്റ്റാർട്ടാക്കാൻ പോവാണ്. അപ്പോൾ ഗൈസ് നമ്മൾ ഇന്ന് മൈൻക്രാഫ്റ്റ് എന്ന് വെച്ചാൽ ഗൈസ് ക്രാഫ്റ്റിംഗ് ഗെയിമാണ്, എല്ലാവർക്കും അറിയായിരിക്കും ഗൈസ്. ഇന്ന് നമ്മൾ ഇതുപോലെ നമ്മൾ മൈൻക്രാഫ്റ്റ് വേണ്ടി സർവൈവൽ സീരീസ് സ്റ്റാർട്ടാക്കാൻ പോവാണ്. അപ്പോൾ സംസാരിക്കുന്നില്ല, ലെറ്റ്സ് ഗോ. അപ്പോൾ നമ്മൾ ഞാൻ നേരത്തെ ഒരു വീട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ വീട് ഇങ്ങനെയാണ്, നമ്മൾ കോക്കൽ സ്റ്റോൺ വെച്ചാൽ ഇങ്ങനെ ഉണ്ടാക്കിയേക്കുന്നത്. അപ്പോൾ നമുക്ക് ചെറുതായിട്ടൊന്ന് വെളിയിലായി നോക്കാം. രാത്രി കിടന്ന് ഉറങ്ങിയിട്ട് നമുക്ക് പോകാം. പക്ഷേ ഇത്രയും സെറ്റപ്പ് ഞാൻ ഉണ്ടാക്കിയത് ഇച്ചിരി ആയിട്ടാണ്. നമ്മൾ കിടന്നിട്ടുണ്ടെങ്കിൽ സ്ലീപ്പ് ത്രൂ ദ നൈറ്റ്. അപ്പോൾ എത്തിയിട്ടുണ്ട്. നമ്മളിനി മൈനിങ് നമ്മൾ ഫുള്ളി ഡയമണ്ട് ആർമർ ആക്കിയിട്ടുണ്ട്. അവിടെ എന്തോ കത്തിച്ചാവുന്നുണ്ട്. സോ ഇവിടെ നമ്മുടെ ഇന്നത്തെ ഗോളെന്ന് വെച്ചാൽ ഒരു മൈനിങ് ഏരിയ ഉണ്ടാക്കണം. വീട്ടിൽ നിന്ന് കുറച്ച് മാറിയേക്കണം, ബട്ട് വേണ്ട സൈഡിൽ ഉണ്ടാക്കണം. നമുക്ക് എളുപ്പം അത്രയും ദൂരം പോകണ്ട, എന്നാൽ എളുപ്പം പോകാം. ഇപ്പോൾ നമ്മളിങ്ങനെ ഡോർ അടച്ചിട്ടില്ലെങ്കിൽ എന്തായാലും സോംബീസ് കയറും, എന്തായാലും ഉറപ്പാ സോംബീസ് കയറും. ഞാൻ എൻ്റെ ചീറ്റ്സൊക്കെ ഓണാക്കിയതായിരുന്നു. ചീറ്റ്സ് ഓണാക്കിയില്ലെങ്കിൽ നമ്മൾ എന്തുവാ കീപ്പ് എംബ്രൂഡ് അടിക്കുമ്പോൾ ചിലപ്പം വരത്തില്ല. അതാണ് ഇച്ചിയുടെ പ്രശ്നം കേസ്. അതെന്ന് വെച്ചാൽ കീപ്പ് ഇൻവെൻട്രിന്ന് നമ്മൾ ഡാറ്റ വേണമെങ്കിലും ഇൻവെൻട്രി സേഫ് ആയിരിക്കും. അതാണ് നമ്മൾ കുറേ സാധനങ്ങളൊക്കെ എടുത്തായിരുന്നു. ഞാൻ ഇവിടെ അല്ല, ആക്ച്വലി ഞാൻ ഇവിടെ ഒന്നും അല്ലായിരുന്നു സ്പോണായത്. ഇങ്ങോട്ട് വന്നിട്ട് ഇതാക്കിയതാണ്. നമുക്ക് ഇവിടെ ആയിട്ട് നമ്മുടെ മൈനിങ് ഏരിയ സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് തന്നെ ഡെർട്ടാണ്. ഡെർട്ട് വെച്ചിട്ട് കാര്യമില്ല, നമുക്ക് വേണമെന്നുള്ള ചാടി വരാൻ. നമ്മൾ വേണ്ട മൈനിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എന്ത് ഫയർ മാറാൻ പറ്റുന്നില്ല പുറകെ. ഈ സോംബിക്കൊക്കെ വരാൻ കിട്ടിയ സമയത്ത് നമ്മുടെ ഹാർട്ട് പൊട്ടി നമുക്ക് ഓടാം. വെള്ളം ആവണ്ട കുറഞ്ഞ് തിരിച്ചു പോയാൽ അവർ കാണുകയാണ്. നമുക്ക് തടട്ടായി എന്നുവെച്ചാൽ സോംബീസിൻ്റെ ഇതായി എന്തോന്ന്. ഈ സോംബിക്കൊക്കെ വരാൻ കിട്ടിയ സമയം ഇപ്പോഴാണോ? നമുക്ക് ഇതങ്ങ് പൊട്ടിക്കാൻ. ഡയമണ്ട് ആയതുകൊണ്ട് തന്നെ എളുപ്പം അങ്ങ് സ്റ്റോണെല്ലാം അങ്ങ് പൊട്ടും. ചിലത് മാത്രമായിരിക്കും നമ്മൾക്ക് ഇതാവശ്യം. നമുക്ക് കോള് ആവശ്യം എന്താണെന്ന് വെച്ചാൽ ഫർണസ് ഉണ്ടാക്കിയിട്ട് അതിനകത്ത് എല്ലാം സ്മെൽറ്റ് ചെയ്യാൻ വെക്കണമായിരുന്നു. ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു, ഫർണസൊക്കെ ഉണ്ടാക്കിയതായിരുന്നു. അതങ്ങ് ഞാൻ എവിടെയോ എടുത്ത് വെച്ച്. ഞാൻ എന്താ വെച്ചാൽ ഇപ്പോൾ എൻ്റെ മൂന്നാമത്തെ വേൾഡാണ് ഇതാണ് വെച്ച്. നമ്മൾ ഇപ്പം കുറേ കോഗിൾ സ്റ്റോൺ കിട്ടി, 3 കോഗിൾ സ്റ്റോൺ എന്തോ കിട്ടി. ഫർണസ് ഉണ്ടാക്കുന്ന റെസിപ്പി അൺലോക്ക് ആക്കിയിട്ടുണ്ട്. കടിയിലോട്ട് പോവാണോ ഗൈസ് എന്ന് വെച്ചാൽ പോയാലും പറ്റത്തില്ലെന്ന് കുരിച്ചു. ഡർട്ട് ഗൈസ് പറ്റത്തില്ല ഗൈസ്. എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഇരുട്ടാണ് ഗൈസ്. എന്ന് വെച്ചാൽ ഇരുട്ടാണെങ്കിൽ നമുക്ക് അടിയിലോട്ട് പോകുമ്പോൾ ഒന്നും കാണാനും പറ്റത്തില്ല, തിരിഞ്ഞ് കയറാൻ എവിടെയാണെന്ന് അറിയത്തില്ല ഗൈസ്. നമ്മളാണെങ്കിൽ അകത്ത് കയറി നമുക്ക് സ്റ്റോർ ചെയ്തങ്ങ് വെക്കാം. എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഡെഡ് ആയാലും നമ്മുടെ ഈ ടൂളൊക്കെ പോത്തേ ഉള്ളല്ലോ. അതാണ് എളുപ്പം അവിടെ തന്നെ പോയി എടുക്കാനും ചെയ്യാൻ പറ്റും. ഓക്കെ ഗൈസ്, നമ്മുടെ ബേസിൻ്റെ അകത്ത് ഡബിൾ ചെസ്റ്റ് ഉണ്ടാക്കിയത് പിന്നെ നേരിട്ടാണ്. ഞാനിപ്പോൾ ഇതിൻ്റെയൊക്കെ സ്കിന്നെന്ന് വെച്ചാൽ നാരൂട്ടോടെയാണ് ഗൈസ്. നമ്മളിവിടെ നമ്മൾ സ്പോണായ സ്ഥലത്ത് ഒരു ചെസ്റ്റ് ഉണ്ടാക്കിയത്. അതിനകത്ത് കുറേ കോഗിൾ സ്റ്റോണൊക്കെ ഞാൻ കോളില്ലേ മറ്റേ ആ കോളൊക്കെ ഒരു സ്റ്റാക്കൊക്കെ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ആ മൈനിങ് ഏരിയ ടോർച്ച് ഉണ്ടാക്കാതെ നമുക്ക് മൈനിങ് ഏരിയയിലോട്ട് പോകാൻ പറ്റത്തില്ല. അതാണ് ഇച്ചിരി പ്രശ്നം ഗൈസ്. എന്താണെന്ന് വെച്ചാൽ മൈനിങ് ഏരിയയായിട്ട് പോകണമെങ്കിൽ തന്നെ ഇതങ്ങ് പൊട്ടിച്ചേക്കാം. നമുക്ക് പേപ്പർ ആവശ്യമുണ്ട് ഗൈസ്. ഇത് ഒന്ന് പൊട്ടിച്ചാൽ ഗൈസ് എല്ലാവരും അങ്ങ് അടിച്ച് വീഴുവാണ്. നമുക്ക് ഈ സാധനത്തിൻ്റെ പേരെന്തായിരുന്നു,
നമുക്ക് വാട്ടർ മില്ലാണ് അതിൻ്റെ അപ്പുറം ഇമ്പോർട്ടൻ്റ് ആണ് ഗൈസ്. എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഹെൽത്ത് റിക്കവർ ചെയ്യണമെങ്കിൽ വാട്ടർ മില്ലൺ ചൂടെ കഴിച്ചാൽ മതി. അല്ലെങ്കിൽ നമുക്ക് വിശപ്പുണ്ടായി വാട്ടർ മില്ലൺ കഴിക്കണം, അതാണ് പ്രശ്നമുള്ളത്. നമുക്കിവിടെ എവിടെ ആയിരുന്നു കേസ് സ്പോണായിരുന്നു തിരിച്ചു പോയേക്കാം. എന്താണെന്ന് വെച്ചാൽ മോബ്സ് ചിലപ്പം കാണാൻ സ്പൈഡറൊക്കെ കഴിച്ച് രാവിലെ ആണെങ്കിൽ അങ്ങ് ഇരിക്കും. എന്താണെന്നാവും. നമുക്ക് ഇപ്പോൾ നമ്മുടെ വീട് അപ്ഗ്രേഡ് ചെയ്യണം. നമ്മൾ വരുന്ന വീഡിയോയിലൊക്കെ അപ്ഗ്രേഡ് ചെയ്യുന്ന കഴിക്കാം. നമുക്ക് ഇച്ചിരി വുഡൊക്കെ കളക്ട് ചെയ്താൽ പറ്റത്തുള്ളൂ. എന്താണെന്ന് വെച്ചാൽ നമുക്ക് സ്റ്റിക്ക് ഉണ്ടാക്കണം. സ്റ്റിക്കില്ലാതെ മറ്റേ ഇതൊന്നും ഉണ്ടാക്കാൻ പറ്റത്തില്ല. അത് ഓക്കം ഉണ്ടാക്കണം. ഓക്കം ഉണ്ടാക്കാതെ ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കാൻ പറ്റത്തില്ല. ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടെന്ന് തോന്നുന്നു, നോക്കിയില്ല. ക്രാഫ്റ്റിംഗ് ടേബിൾ ഇല്ലാതെ മൈൻക്രാഫ്റ്റ് ഒരു കാര്യം നടക്കത്തില്ല. എന്താണെന്ന് വെച്ചാൽ മറ്റേ ടൂളൊക്കെ ക്രാഫ്റ്റ് ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് ക്രാഫ്റ്റിംഗ് ടേബിളിലൊക്കെ ഉണ്ടാക്കിയായിരുന്നു. ക്രാഫ്റ്റിംഗ് ടേബിളൊക്കെ എവിടെ പോയെന്നാണ് മെസ്സേജൊക്കെ. ക്രാഫ്റ്റിംഗ് ടേബിൾ ഇല്ലെങ്കിൽ നമുക്ക് ചിലവരുണ്ട് കുറച്ച് ക്രിയേറ്റീവ് പോയിട്ട് എടുക്കും. അത് ഇച്ചിടെ റാമർക്ക് കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. നേരെ എല്ലാം ക്രിയേറ്റീവിലങ്ങ് എടുത്താൽ. ബട്ട് ഗൈസ് ആപ്പിൾ എന്താ ആപ്പിളിൻ്റെ ആപ്പിളാന്ന് വിചാരിച്ചു. ആപ്പിളിൻ്റെ സീഡ് കിട്ടി. നമ്മുടെ വീടെന്തായാലും ശരിയായിട്ടില്ല ഗൈസ്. ഓൾറെഡി ഞാൻ അത് ഇച്ചിരി അപ്ഗ്രേഡ് ചെയ്ത് പോകണം. എന്താണെന്ന് വെച്ചാൽ നമ്മൾ സെക്കൻഡ് ഫ്ലോറൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മൾ ഡയമണ്ട് ആർമറാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ സെക്കൻഡ് ഫ്ലോറിലൊക്കെ ഉണ്ടാക്കി അപ്ഗ്രേഡ് ചെയ്ത് പോകണം. അത് വേറെ ഇതാണ്. എനിക്ക് ഈ ഒരു ബ്ലോക്ക് അങ്ങ് പൊട്ടിച്ചേക്കാം. ഈ ബ്ലോക്ക് വെച്ച് പൊട്ടിക്കാൻ പറ്റത്തില്ല. ഡയമണ്ട് ഇതാണ് എളുപ്പം പൊട്ടും. നമുക്ക് പുതിയ റെസിപ്പിയോ അൺലോക്ക് ആയിട്ടുണ്ട്. ഓക്കൊക്കെ ഈ പ്ലാന്റ് വെച്ചല്ലേ ഉണ്ടാക്കും ഗൈസ്. എന്തോ എന്ന് പറ ഗൈസ്. ഈ ഓക്ക് അങ്ങ് പൊട്ടിച്ചേക്കാം. ഇതൊരു ലിമിറ്റ് ഉണ്ട് ഗൈസ്. ഇതിൻ്റെ ഹൈറ്റിനനുസരിച്ച് നമുക്ക് എത്തുന്ന അത്രയും പൊട്ടിക്കേണ്ടി വരും. ഇങ്ങോട്ട് അതുകൂടെ അങ്ങ് പൊട്ടിച്ച് ഉണ്ടായി. അതിൻ്റെ അപ്പുറം പൊട്ടിക്കാൻ പറ്റില്ല. കേരി ബ്ലോക്ക് കിട്ടി ഈ മരത്തിൽ തന്നെ. ഇത് പൊട്ടിക്കട്ടെ, അതിൻ്റെ അപ്പുറത്തെ പൊട്ടിക്കണം. എന്ന് വെച്ചാൽ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ളതാണ്. അതാണ് ചെറിയ പ്രശ്നം. ഓക്കെ, അത് അപ്പം എൻ്റെ അപ്പുറത്ത് കിട്ടുവേ. അങ്ങ് പൊട്ടിച്ചേക്കാം. നമുക്ക് ഇപ്പോൾ ഓക്കിൻ്റെ ഇതും അൺലോക്ക് ആയിട്ടുണ്ട്. നമുക്ക് ഓക്ക് ഉണ്ടാക്കണം ആദ്യമേ തന്നെ. എന്നിട്ട് നമുക്ക് ഈ വുഡ് എന്നിട്ട് ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കാൻ പറ്റത്തില്ല. ഓക്കിന്ന് ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് നമുക്ക് എളുപ്പം ഉണ്ടാക്കാം. ഡയമണ്ടാണ് എളുപ്പം പൊട്ടുന്ന. ഇച്ചിരി ലേറ്റ് ആകുന്നുണ്ട്. ഒന്നും കിട്ടിയില്ല. ചെറുതായിട്ട് സാപ്ലിങ് കിട്ടുമായിരുന്നെങ്കിൽ അവിടെ കൊണ്ട് കുഴിച്ചു വെക്കാൻ. മൈൻക്രാഫ്റ്റിൻ്റെ മൂവി കണ്ടിട്ടുള്ളവരാണ് കമൻറ്റ് ചെയ്യുക. എന്ന് വെച്ചാൽ മൈൻക്രാഫ്റ്റിൻ്റെ മൂവി ഇച്ചിരി ബെറ്ററാന്ന് പറയാം. മൈൻക്രാഫ്റ്റ് മൂവി എന്ന് വെച്ചാൽ എനിക്ക് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ നല്ലതാണ്. ഹൈ ഗ്രാഫിക്സിലൊക്കെ ഉള്ളതാണ്. ഇപ്പോൾ അതാണ് ഇതുപോലെ നടുക്ക് മറ്റേ ബ്ലോക്ക് ഇടിയുമ്പോൾ ബ്ലോക്ക് പൊട്ടി വരുന്നത്. അതൊക്കെ അതിൻ്റെ റിയലിസ്റ്റിക് ഫോമിലൊക്കെ മാറ്റി എന്നിട്ട് നെതർ പോർട്ടലൊക്കെ കാണിച്ചേക്കുന്ന സെറ്റ് പിഗ്ലിനൊക്കെ അതിനേക്കാൾ അപ്പുറം. നമുക്ക് ഈ അടുത്ത ഏതെങ്കിലും ഒരു എപ്പിസോഡ് ചെയ്യുമ്പോൾ അതിനകത്ത് നെതറിലൊക്കെ പോകാൻ നോക്കാം. കുറച്ച് നെതറൈറ്റ് ആർമറൊക്കെ ഉണ്ടാക്കി സെറ്റാക്കി പോകണം. നമ്മൾ ഡയമണ്ട് ആർമറാണ്, അത് വേറെ. ഡയമണ്ട് ആർമർ ആയതുകൊണ്ട് തന്നെ പോകാൻ വെച്ച് പാടായി. എന്ന് വെച്ചാൽ മറ്റേ പിഗ്ലിന് ഡയമണ്ട് അല്ല ഇഷ്ടം, മറ്റേ ഗോൾഡാണ് ഇഷ്ടം. ഗൈസ് ഗോൾഡ് ആർമറിലോട്ട് മാറണം. ഗോൾഡ് എവിടെ നിന്നെങ്കിലും കിട്ടും. കേവ് എക്സ്പ്ലോർ ചെയ്യാൻ പോകണം ഗൈസ്. കേവിൽ മാത്രമേ നമുക്ക് ഡയമണ്ട് ഓറ് അങ്ങനത്തെ അയൺ ഓറ് അങ്ങനത്തെ ഒക്കെ ഓർസൊക്കെ കിട്ടും. ആ ഓറെടുത്തുകൊണ്ട് വന്നിട്ട് നമുക്ക് സ്മെൽറ്റ് ചെയ്യാൻ വെക്കാം. ഗൈസ് ഇപ്പോൾ നമ്മുടെ വീട് മാത്രമേ ഉള്ളൂ. നമ്മൾ വേറെ ഒരു വില്ലേജ് ഒന്നും എക്സ്പ്ലോർ ചെയ്തിട്ടേ ഇല്ല. നമുക്ക് കുറച്ച് ദൂരെയൊക്കെ പോയി എക്സ്പ്ലോർ ചെയ്യണം. ബട്ട് ഇപ്പം നമുക്ക്
അകത്ത് കയറാതെ സ്റ്റോർ ചെയ്ത് വെക്കാം, അല്ലെങ്കിൽ ഇത് പണിയാണ്. നമുക്ക് നമ്മുടെ കീപ്പിൻ്റെ ഇൻവെൻട്രി അടിച്ചു നോക്കട്ടെ. ഗെയിം റൂൾ സ്റ്റേക്ക് ക്വാർട്ടർ ഉണ്ട്. സേവ് ഇൻവെൻട്രി എറർ കാണിക്കുന്നത്. സേവ് ഇൻവെൻട്രി അല്ലേ, ഉള്ള ചീറ്റ്സ് ഒക്കെ ഓണാണോ നോക്കട്ടെ. ചീറ്റ്സ് എവിടെയാ? ഈ ചീറ്റ്സ് എങ്ങനെ ഓണാക്കുന്നതെന്ന് ഞങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേക്കാം. ഇത് എവിടെ നിന്നാണ് പോലും കാണുന്നില്ലേ മാപ്പിലൊക്കെ. ടച്ചിനകത്തൊന്നും പോയിട്ടില്ല. കൺട്രോളിനകത്ത് കീബോർഡിൻ്റെ മൾട്ടിപ്ലെയറിനകത്ത് ഒന്നും ഇല്ല. സബ്സ്ക്രിപ്ഷൻ അക്കൗണ്ട് അതിനകത്തൊന്നും കാണുന്നില്ല ഗൈസ്. കാര്യം ഇതെന്തോ ആദ്യത്തെ പേര് പറഞ്ഞു ചീറ്റ്സ് എന്തിനാണ് ഗൈസ്. ഗൈസ് നമ്മള് അയ്യോ ഗൈസ്, ഞാനത് എന്തുവാ വീഡിയോ ഒന്ന് ഓഫായിരുന്നു. അത് ഞാൻ ഓർത്തില്ല. മൈനിങ്ങിന് പോയപ്പോഴായിരുന്നു ഓർത്തത്. രാത്രിയായി കിടന്നുറങ്ങാം. ബെഡ് ഈസ് ടു ഫാർ, യു മേ നോട്ട് റീസെറ്റ്, there are monsters nearby. നിയർ ബൈ മോൺസ്റ്റേഴ്സ് ഉണ്ട്. തോണ്ട കൈ ഇട്ടുകൊണ്ട് കുറച്ച് പേര് ഇരിക്കുന്നു. എന്തോ ഗൈസ്, ഇത് ഉറങ്ങാനും സമ്മതിക്കത്തില്ല മനുഷ്യൻ. അവന്മാർ വന്നിട്ട് എന്തോ കാണിക്കുക. നമുക്ക് ഒന്ന് ക്രൗച്ച് ചെയ്ത് ഒന്ന് അടിക്കാൻ വേണ്ടിയിട്ട്. തുറക്ക്. ഇനി ഇരുന്ന് പോ. തോണ്ടായിരുന്നു അകത്ത് കയറ്. ഡോറ. അയ്യോ വേണ്ട. അടി അവന്മാരെ. അയ്യോ എന്തോ കാണിക്കുക. ഞാൻ അടിച്ച് പൊട്ടിക്കുക. അത്ര ഉള്ള ഒറ്റ മൈൻഡ്. ഒരു ഹാർട്ട് കാണാൻ പറ്റുമായിരുന്നെങ്കിൽ. അത്രയേ ഉള്ളു. നമ്മൾ അടിച്ചിട്ടുണ്ട് അവനെ. നമ്മുടെ ഒരു ബാറ് കൂടിയിട്ടുണ്ട്. എളുപ്പം ഉറങ്ങിയൊക്കെ എന്താണെന്ന് വെച്ചാൽ നമുക്ക് രാത്രി സർവൈവ് ചെയ്ത് കളിക്കാൻ നമുക്ക് സമയമില്ല. എന്താ വെച്ചാൽ സർവൈവ് ചെയ്ത് എന്തെങ്കിലും നമ്മളെ അടിച്ച് വന്നാൽ പിന്നെയും പോയി എടുത്തുകൊണ്ട് വന്നിട്ട് അത് ടെറർ സാധനമാണ്. ഞാനിത് എടുത്ത് വെച്ചില്ലായിരുന്നു. ഇപ്പം അത് നമ്മൾ ഇടാമായിരുന്നെങ്കിൽ ഇപ്പം എല്ലാം പോയി. 2 സാപ്പിളിങ് കിട്ടിയല്ലേ? ഞാൻ ഓർത്തില്ല 2 സാപ്പിളിങ് കിട്ടി. ഓക്കെടുത്തില്ല. ഓക്കെടുത്ത് അതിനകത്ത് വെച്ചിട്ട് വന്നു. ഓക്കല്ല, ഓക്ക് ലോഗ്. 2 ഓക്ക് ലോഗ്, 2 ടൈപ്പ് ഓക്ക് ലോഗ് കിട്ടിയായിരുന്നു. അത് മറ്റേ ഓക്കിലോട്ട് കൺവേർട്ട് ചെയ്യണം ഗൈസ്. ഓക്കിലോട്ട് കൺവേർട്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് എന്തായാലും അതുണ്ടാക്കാൻ പറ്റും. നമുക്ക് 28 കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കിയിട്ട് എവിടെയെങ്കിലും ഒന്ന് വെക്കാം. 3 ക്രാഫ്റ്റിംഗ് ടേബിളായിപ്പോയി. അതിപ്പോൾ ലോറിനെ എടുത്ത് വെച്ചേക്കാം. ആവശ്യം പോയി ഒരെണ്ണം, ബാക്കിയെല്ലാം ഇവിടെ എടുത്ത് വെച്ചേക്കാം. നമുക്ക് ഓക്ക് എന്തായാലും ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. എന്താ ഗൈസ്, നമുക്ക് സ്റ്റിക്കൊക്കെ ഉണ്ടാക്കേണ്ടതാണ്. നമുക്ക് കുറച്ച് ഇതുണ്ടാക്കിയേക്കാം, സ്റ്റിക്ക് ഉണ്ടാക്കിയേക്കാം. എന്താണെന്ന് വെച്ചാൽ സ്റ്റിക്ക് ആവശ്യമാണ്. നമ്മളെ കോള് കിട്ടിയാലും ഗൈസ് നമുക്ക് എടുക്കാൻ പറ്റും. നമുക്ക് 12 സ്റ്റിക്ക് കിട്ടിയിട്ടുണ്ട്. സ്റ്റിക്ക് എടുത്ത് വെച്ചേക്കാം. ഇനി നമുക്ക് വെളിയിൽ പോകാം. ഞാൻ സ്പോൺ ചെയ്ത സ്ഥലത്ത് മറ്റേ ഇത് വെച്ചിട്ടുണ്ടായിരുന്നു. എന്തുവാ കോള് ഒരു ചെസ്റ്റിലാക്കി. എവിടെ സ്പൈഡർ ഓടി തള്ളിക്കോ. എവിടെയാണെന്നറിയത്തില്ല. ഇത് എവിടെ കൊണ്ട് വെച്ചോന്ന്.
അത് ഓണ്ടായിരിക്കും ജസ്റ്റ്. ഗോള് 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 ഗൈസ്. ഇത് പൊട്ടിച്ച എടുത്തേക്കാം, ജസ്റ്റ് കിട്ടുമല്ലേ ഗൈസ്. ഇനി നമ്മൾ എളുപ്പം വീട്ടിലോട്ട് പോയതെന്ന് വെച്ചാൽ അവിടെ ഇതുണ്ട്. ഏതാ മറ്റേ ടീം ഏതാ ഗൈസ്? മറ്റേ സ്പൈഡറും പിന്നെ സാധനത്തിൻ്റെ പേരെന്ത് വരുന്നു? സ്കെൽട്ടനും. ഈ സ്കെൽട്ടനും സ്പൈഡറും കൂടെ എന്തുവാ വന്ന് നമ്മൾ അടിച്ചാൽ നമുക്ക് തീരും ഗൈസ്. ഒറ്റ അടിക്ക് തീരും. നമുക്ക് കുറച്ച് ഇതൊക്കെ ഉണ്ടാക്കാം, അങ്ങനെ ലൈറ്റ് ടോർച്ച് ഉണ്ടാക്കി. 4 ടോർച്ചുണ്ട്. അതിനും ഉണ്ടാക്കാൻ പറ്റുമല്ലോ. എന്ത് അത് ഞാൻ മാറ്റി പിടിച്ചാവുക, മറ്റേ സ്റ്റിക്കായിട്ട് പിടിച്ചോണ്ടിരിക്കുക. ബാക്കി ഇപ്പോൾ 48 ഇത് ടോർച്ച് കിട്ടിയിട്ടുണ്ട്. ഇപ്പം തന്നെ അത് തീർന്നായിരുന്നു. ബാക്കി ഓക്കെടുക്കണം. നമുക്കൊരു ട്രാപ്പ് ഡോർ ഇട്ടേക്കാം. എന്താണെന്ന് വെച്ചാൽ ഗൈസ്, ട്രാപ്പ് ഡോർ ആണെങ്കിൽ നമുക്ക് മൈനിങ്ങിന് ആവശ്യമാണ്. നമുക്ക് മൈനിങ് മറ്റേ മൂടാം. എന്താണെന്ന് വെച്ചാൽ ട്രാപ്പ് ഡോർ വെച്ച് 2 ട്രാപ്പ് ഡോർ എടുത്തിട്ടുണ്ട്. 2 ട്രാപ്പ് ഡോർ മതിയാകും. നോക്കട്ടെ. ബാക്കിയൊക്കെ എടുത്തിട്ട് ടോർച്ച് മാത്രം. PC-യിലൊക്കെ ഇങ്ങനെ കയ്യിലെടുത്ത് പിടിക്കാൻ പറ്റുമോ ഗൈസ്? ഒന്ന് പോട്ടെ. അവിടെ പറ്റുന്നില്ല. നമ്മുടെ ഷീൽഡെടുത്ത് തിരിച്ച് വെച്ചേക്കാം ഗൈസ്. ഷീൽഡെടുത്ത് തിരിച്ച് പിടിച്ചങ്ങ് ഓടാൻ ഗൈസ്. എന്താണെന്ന് വെച്ചാൽ മൈനിങ്ങിലെ സ്പീഡിൽ ആവശ്യമുള്ള ഇത് വെച്ചടിക്കാൻ വേണ്ടിയില്ല ഗൈസ്. നമ്മൾ എടുത്തടിച്ചിട്ടുണ്ട്. മൈനിങ് എന്തായാലും സിമ്പിളായി ചെയ്യാനായിട്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മൾക്ക് ഇതങ്ങ് മൈൻ ചെയ്തങ്ങ് പോയാൽ മതി. നമുക്ക് ആ ടോർച്ച് അങ്ങ് എടുത്തുകൊണ്ട് വരാം. ടോർച്ച് വേസ്റ്റ് ചെയ്യണ്ടല്ലോ. ഇരുട്ട് എവിടെ കിട്ടിയല്ലേ. ഇങ്ങോട്ട് കണ്ടോ. ഇനി നമുക്ക് കുരിച്ച് മൈനിങ്ങിന് പോയാൽ എന്തെങ്കിലുമൊക്കെ കിട്ടും ഗൈസ്. നമുക്ക് ചിലപ്പം കേവിലോട്ടൊക്കെ അങ്ങ് എത്തും. അതാണ് ഇച്ചിരി വലിയ സീൻ. എന്താണെന്ന് വെച്ചാൽ കേവിലോട്ടൊക്കെ എത്തിക്കഴിയുമ്പോൾ നമ്മൾ ചെറുതായിട്ട് പണി വാളും. അതായത് കേവൊക്കെ ആണെങ്കിൽ മറ്റേ സ്പൈഡറും ക്രീപ്പറും ഒക്കെ കാണും. അതുകൊണ്ട് ക്രീപ്പറും സ്പൈഡറും ഒക്കെ വന്ന് നമ്മളെ എളുപ്പം അടിക്കാൻ ചാൻസ് ഉണ്ട്. നമുക്ക് ഗ്രാവലിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് ഗൈസ്. ഗ്രാവൽ വെച്ച് എന്താ കാണിക്കാനാണ്? പുതിയ ഇത് അൺലോക്കായി. പിന്നെയും നമ്മൾ സ്റ്റോണിൻ്റെ അടുത്തെത്തി. എന്ത് പറ്റി? തോണ്ടേ ഇതാണ്. ഇതതിൻ്റെ ഇടയ്ക്ക് പോയി വല്ല നിന്നായിരുന്നെങ്കിൽ ഇപ്പം തീർന്നേനെ നമ്മുടെ കളി. നമുക്ക് സിൽറ്റ് കിട്ടി ഗൈസ്. ഗൈസ് ടോർച്ചിൻ്റെ അത്യാവശ്യമായി. ആ ടോർച്ച് വെച്ചാൽ നന്നായി. ഒന്നുകൂടെ മൈനിങ്ങിന് പോകേണ്ടി വരും. നമുക്ക് ആ സിൽറ്റ് കിട്ടിയില്ലല്ലേ ഈ പ്രാവശ്യം. ആദ്യമേ സിൽറ്റ് കിട്ടിയായിരുന്നു, സിൽറ്റ് കിട്ടിയില്ല. അതങ്ങോട്ട് ചെയ്യാം. എന്തായാലും നമ്മളെ ഒരു വില്ലേജ് കണ്ടുപിടിച്ചേക്കാം. എന്താണെന്ന് വെച്ചാൽ നമുക്ക് റിസോഴ്സ് ഉണ്ടാക്കാം. അവിടുന്ന് റിസോഴ്സൊക്കെ എടുത്തുകൊണ്ട് വരായിരുന്നു. റിസോഴ്സ് കിട്ടുവാണെങ്കിൽ നമുക്ക് ഒരു വരി പോലെ ഉണ്ടാക്കണം. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ വീടിൻ്റെ അടുത്തു നിന്ന് ആ വീട്ടിലോട്ട് നമുക്ക് എന്തായാലും പോകേണ്ട വരത്തില്ല ഗൈസ്. അതുകൊണ്ട് നമുക്കങ്ങനെ പോയാൽ വരത്തുള്ളൂ. ടോർച്ച് മാറിപ്പോയി ഗൈസ്. അത് മാറിപ്പോയി. ടോർച്ച് മാറിപ്പോയി. സ്ഥലത്ത് കുത്തും. ഇത്രയേ ഉള്ളൂ ഗൈസ്. ഇതങ്ങ് മൈൻ ചെയ്തേക്കാം.
ഇത് മൈനിങ് ചെയ്യുമ്പോൾ എന്ത് കൈയൊക്കെ കഴിക്കുന്നത് വെച്ചാൽ ഇത്രയും എന്താ പിടിച്ച് ഞെക്കി പിടിച്ച് അങ്ങ് പോകേണ്ട വരും. അതാ കറക്റ്റായിട്ട് അത് കുത്തി. അതാണ് ഇച്ചിയുടെ സീൻ, അതാണ് പ്രശ്നം. അതുകൊണ്ട് ഇച്ചിയുടെ കയറ്റി അങ്ങ് വരാം, അതങ്ങ് തീർത്തേക്കാം. നമ്മൾ കണ്ട് ഇതങ്ങ് തീർത്തേക്കാം എളുപ്പം. എന്തെന്ന് വെച്ചാൽ നമുക്ക് എളുപ്പം മൈനിങ്ങിന് പോയി റിസോഴ്സൊക്കെ കണ്ടുപിടിച്ച് എളുപ്പം ആ വീട്ടിൽ കയറണം. എന്ന് വെച്ചാൽ രാത്രിയാണെങ്കിൽ നമുക്ക് പണിയായിരിക്കും. താട്ടിറങ്ങാൻ പറ്റുന്നില്ല, മേളിൽ ഇതുണ്ടോ? അറിയാം. അടിയിലോട്ട് ഇറക്കുമ്പോൾ കോളൊക്കെ വയസ്സ് കിട്ടി. പറഞ്ഞില്ല കോളിൻ്റെ കാര്യം. ഇഷ്ടം പോലെ കോളുണ്ട് ഇവിടെ. ഇത് കൊള്ളാം, ഈ നല്ല പരിപാടി. നമുക്കിവിടെ വന്ന് മൈൻ ചെയ്താൽ മതി. കുറേ കോള് കിട്ടുന്നുണ്ട്, കുറേ കോള്. അങ്ങനെ എന്തോ തിളങ്ങുന്നൊരു സാധനമൊക്കെ കിട്ടുന്നു. വേണ്ട മേളിലത്തെ മറ്റേ 1ഉം 2 ഒക്കെ കൂടുന്നുണ്ട്. അപ്പോൾ അത് 3ആയി ഗൈസ്. കുറേ കോളുണ്ട് ഗൈസ്, കുറേ കോള് ഗൈസ്. താണ്ട അടുത്ത കോള്. ഇവിടെ വേറൊരു കോളുണ്ടായിരുന്നു. ഗൈസ് ഒരു കിൻഡല് കോളുണ്ടെന്ന് എനിക്ക് കിൻഡല് റിസോഴ്സസ് ആണ്. കോള് വെച്ച് കുറേ അത്യാവശ്യമുണ്ട് ഗൈസ്. എന്താണെന്ന് വെച്ചാൽ ഫർണസ് കത്തിക്കാൻ കോള് വേണം. അല്ല ഫർണസ് കത്തിക്കാൻ മറ്റേത് മതി, എന്തുവാ വുഡും വേസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. ഒരു കിൻഡൽ ഇത് കിട്ടിയിട്ടുണ്ട്, റിസോഴ്സ് കിട്ടിയിട്ടുണ്ട്, കോള് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറേ റിസോഴ്സസ്, അതായത് നമുക്ക് കുറേ ഇത് കിട്ടിയിട്ടുണ്ട്. കോള് കിട്ടി. ഇത് വെച്ച് കോളെടുത്ത് നമുക്ക് എന്ന് കൊണ്ടുപോയിട്ട് ഫർണസ് ആദ്യം ഉണ്ടാക്കണം ഗൈസ്. എന്തായാലും ഫർണസ് ഉണ്ടാക്കി അതിനകത്ത് വെക്കാം. കുറേ ഇത് കിട്ടും, 5ഒക്കെ ആയി സാധനം. തിരിച്ചങ്ങനെ കയറി ഒക്കെ തിരിച്ച് വന്നിട്ട് പിന്നെ എപ്പോഴൊക്കെ വന്നിട്ട് ഗൈസ് നമുക്ക് ഇതിൻ്റെ ബാക്കി ഇതാക്കാം. ഇവിടെ പറഞ്ഞോണ്ട ഇതങ്ങ് പൊട്ടിച്ചേക്കാം. തോണ്ട പോകും, അതവിടെ വെച്ച് നടക്കുമോന്നൊരു സംശയമുണ്ട്. തോണ്ട പിന്നെ പോയി. ഇത് എത്ര വട്ടമാണ് ഗൈസ് പോകുന്നത്? നമുക്ക് അവിടെ ഒരു കോബിൾ സ്റ്റോൺ ചാടി പിന്നെ പോയി. എന്താന്ന് ഇത്? ഇപ്പം റെഡിയായി. ചാടാൻ പറയാം. ഇവിടെ ഈ സാധനം വന്ന് അടഞ്ഞ് ഗൈസ്. അങ്ങോട്ട് ചാടണമെങ്കിൽ ഈ സാധനം വേണമല്ലോ. എന്താന്നാ ഗൈസ്? ഇത് ഇച്ചിരി പ്രശ്നമാണ് ഇവിടുന്ന് കയറാൻ. നോക്കി ഇങ്ങനെ ആക്കി തോണ്ടാടി ഇങ്ങനെയൊക്കെ വെച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത്. നമുക്കിത് സ്റ്റെപ്പ് പോലെ പണിയണം. പണി ഇപ്പം കറക്റ്റായി. നമ്മളെ മേടിക്കുക കുറേ കുഴിയൊക്കെ കുഴിച്ചായിരുന്നു ഗൈസ്. ഇതാണ് കുറേ കുഴിയൊക്കെ കുഴിച്ച് മേളിൽ കയറിയ രാത്രിയാണ് എന്തോ ഗൈസ്. നമുക്ക് അകത്ത് കയറി ഇതൊക്കെ സ്റ്റോർ ചെയ്ത് അങ്ങ് വെക്കാം. എന്തോ ക്രീപ്പർ എന്തോ
നമ്മൾ വീട് വെച്ചില്ല പൊട്ടിത്തെറിക്കാൻ വേണ്ടി സാധനത്തിന്. ഹെൽത്തും കുറഞ്ഞിട്ടുണ്ട് നന്നായിട്ട്. പോണ്ടേ അടി അടി ഒന്നെങ്കിൽ അടി അല്ലെങ്കിൽ അടിക്കണ്ട. അല്ല ഞാൻ നിന്നെ അടിക്കാം. അപ്പൊ ഗൈസ് നമ്മളാണെങ്കിൽ ഇതാണ്ട് ഇത് അവനങ്ങ് കൊല്ല. ഓ നമുക്ക് കിട്ടി. പിന്നെയും അതുകൊണ്ട് ഒരു പട്ടി ഒന്നുമില്ല ഇതിനെ കടിക്കുന്നു. കിടന്നേക്കല്ലെങ്കിൽ പണിയാ. അപ്പോൾ ഗൈസ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അതിൻ്റെ ആണ്. ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക ഗൈസ്. പീസ് ഔട്ട്.